Dear students, welcome back to my YouTube channel. സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള എൻ്റെ പ്രീവിയസ് വീഡിയോ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനലായ MCBchem ട്യൂബ് വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ഗവൺമെന്റ് നൽകി വരുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ്, എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ എങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന്റെ അപേക്ഷ 1/1/2021 മുതൽ 31/1/2021 വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ വെബ്സൈറ്റ് dcescholarship.kerala.gov.in. ഒരു വർഷം 1000 വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുക. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പ് ആണ്. ഡിഗ്രി തലത്തിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് 12,000-ഉം, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 18,000-ഉം, തേർഡ് ഇയർ ആകുമ്പോൾ 24,000-ഉം ആണ്. ഇനി ഡിഗ്രി കഴിഞ്ഞ് PG തലത്തിലേക്ക് ഒരു സെയിം ഇയറിൽ ബ്രേക്ക് ഇല്ലാതെ പോവുകയാണെങ്കിൽ PG ഫസ്റ്റ് ഇയറിന് വലിയ എമൗണ്ട് ആണ്, 40,000-ഉം, സെക്കൻഡ് ഇയറിന് 60,000-ഉം. ഇത് ഏതൊക്കെ വിഭാഗത്തിന് ഇതിന് റിസർവേഷൻ ഉണ്ട് എന്നതാണ്. പൊതുവിഭാഗത്തിൽ, അത് ജനറൽ കാറ്റഗറിക്ക് 50% ഓഫ് സ്കോളർഷിപ്പ് വിൽ ബി ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 27% വിൽ ബി ഫോർ OBC and 10 for BPL and 10 for SC/ST. അതേപോലെ ഫിസിക്കലി ചാലഞ്ചിന് 3% സ്കോളർഷിപ്പ്, ടോട്ടൽ സ്കോളർഷിപ്പിന്റെ. ഇനി മിനിമം എത്ര മാർക്ക് വേണം എന്നുള്ളതാണ്. ഇത്രയും മാർക്ക് കിട്ടിയ ഈ ടേബിളിൽ കാണുന്ന നിങ്ങൾക്കറിയാം ഓരോ വിഭാഗത്തിന്റെ മാർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് സയൻസ് വിഭാഗത്തിനാണെങ്കിൽ 75-ഉം ഹ്യൂമാനിറ്റീസിന് 60% ആണ്. അതേപോലെ BPL OBC കാറ്റഗറിക്ക് മാർക്കിന്റെ പാസ് പെർസെൻറ്റേജ് കുറവുണ്ട്. 60, സയൻസിനും 55, ഹ്യൂമാനിറ്റീസിനും ബിസിനസ് സ്റ്റഡീസിനും 65 ആണ്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ കയറുക, അതെങ്ങനെയാണ് നൽകേണ്ടതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ. പിന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത്, സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, 1ാം വർഷ വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ പറ്റൂ. ഇതുകൂടാതെ ഇതേ കോഴ്സിന് IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ DCE വെബ്സൈറ്റിൽ ഓൾറെഡി സ്റ്റേറ്റ് മെറിറ്റിനോ സുവർണ ജൂബിലിക്കോ അല്ലെങ്കിൽ മുസ്ലിം ഗേൾസ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ദാറ്റ്. ഇനി അപ്ലിക്കേഷൻ ഓൺലൈനായി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? വിവിധ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണ് ഉണ്ടാകുക. ഒന്ന് ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. 1 ഫോട്ടോ, 2 സിഗ്നേച്ചർ, 3 പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്ക്, SSLC സർട്ടിഫിക്കറ്റ് ആൻഡ് +2 മാർക്ക് ലിസ്റ്റ്. ഇനി SC/ST വിഭാഗത്തിലുള്ളവർ ഇത് കൂടാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ SC വിഭാഗത്തിലും കമ്മ്യൂണിറ്റി വേണം. ഫിസിക്കലി ചലഞ്ച്ഡ് വിഭാഗത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ BPL കാറ്റഗറി ഉള്ളവർ BPL സർട്ടിഫിക്കറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇനി OBC കാറ്റഗറി ഉള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് OBC കാറ്റഗറി ഉള്ളവർക്കാണ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പ്രാഥമികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഓൺലൈനായിട്ട് എങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം? ഓൺലൈൻ അപ്ലിക്കേഷന്റെ വെബ്സൈറ്റ് dcescholarship.kerala.gov.in എന്തെടുക്കുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അതിന്റെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഹോം പേജിൽ കാണാൻ പറ്റും.
സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് 2020-21 ഈ ഡീറ്റെയിൽസ് ഇതാണ് അതിന്റെ പോസ്റ്റർ. എന്നിട്ട് സ്റ്റുഡൻസ് ആദ്യം പോകേണ്ടത് ഫസ്റ്റിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ DCE സ്കോളർഷിപ്പിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ you have to click on new registration. Then it will direct you to this page, students registration page. Then you have to select board of examination and roll number of examination, year of passing of your matriculation 10th standard. ICSC student ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. Then biodata of applicant, you have to provide this details. ഈ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. എന്നിട്ട് save and proceed. You can generate a password set here. ഇത് ഫസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന DCEയിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിലാണ് ന്യൂ രജിസ്ട്രേഷനിൽ പോകേണ്ടത്. അല്ലാത്തവർ ചെയ്യേണ്ടത് ലോഗിൻ എന്ന് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണാം, അവിടെ സ്റ്റുഡന്റ് ലോഗിൻ, അതിലേക്ക് പോകുക. Then you have to provide registration ID. DCE സ്കോളർഷിപ്പിൽ രജിസ്റ്റർ ചെയ്ത ഒരു ID ഉണ്ടാവും, 01001 സ്റ്റാർട്ട് ചെയ്യുന്ന ID. പിന്നെ SSLC രജിസ്റ്റർ നമ്പർ ആൻഡ് ഇയർ, ഈ ലാസ്റ്റ് ഡിജിറ്റ് ഇയർ, ഇങ്ങനെ ഒരു ID ഉണ്ടാവും. ആ ID പ്രൊവൈഡ് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൊവൈഡ് ചെയ്യാം, പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യാം. Then select fresh here. Okay, fresh and renewal. Then login, you can log in. അല്ലെങ്കിൽ ഹോം പേജിൽ പോകുമ്പോൾ you can see that students login here, and or you will see login, students login here. Okay, then നിങ്ങൾ ലോഗിൻ ചെയ്ത ഉടനെ ഹോം പേജിൽ നിങ്ങൾ കാണും നിങ്ങൾ ഏതൊക്കെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു എന്ന് ഇവിടെ കാണാൻ പറ്റും. Once you log in, you can edit your application details. ഇവിടെ there are 5 steps. ഇതിൽ സ്റ്റുഡൻസ് ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ രജിസ്റ്റേർഡ് ആണ്. യു ക്യാൻ ക്ലിക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ യു ക്യാൻ സേവ് ആൻഡ് പ്രൊസീഡ്, ആൻഡ് യു വിൽ ബി ഡയറക്റ്റഡ് ടു സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റുഡൻസ് ഓൺലൈൻ രജിസ്ട്രേഷനിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൽ അഡ്രസ് ആണ്. You can go back to previous one, and you can go to save these details and go to the next one. ഇങ്ങനെ ബ്ലൂ ഐക്കൺ ഇവിടെ വരും. Then step 3, ഇതിൽ സ്റ്റേറ്റും അതേപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്കും ഇതൊക്കെ ഓൾറെഡി അതിൽ കാണുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ ഇതിൽ കാണും. Then save and next, go to the next. Now it is step 4. ഇതിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ട്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ കാറ്റഗറി ചോദിക്കും. ജനറൽ കാറ്റഗറി ആണോ, OBC ആണോ, അല്ലെങ്കിൽ ST ആണോ, SC ആണോ എന്ന് ചോദിക്കും. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാം. ആനുവൽ ഇൻകം എത്രയാണെന്നുള്ള പ്രൊവൈഡ് ചെയ്യാം. ദെൻ ആനുവൽ ഇൻകം പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SSLCയുടെ മാർക്ക് ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റർ എന്നൊരു ഐക്കൺ കാണാം. അതിലേക്ക് പോകുമ്പോൾ SSLC നമ്പർ ഓഫ് സബ്ജക്ട്സ് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിയ ഗ്രേഡ് അത് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സബ്ജക്റ്റ് 1ന് A+ ആണെങ്കിൽ A+, അത് ഫുൾ ഗ്രേഡ് എൻ്റർ ചെയ്തതിന് ശേഷം you can submit that. Then it will calculate your mark. Then അതിനുശേഷം I agree, ഇത് ഡിക്ലറേഷൻ ആണ്. ഈ I agree എന്ന ഐക്കൺ അടിക്കാം. Then click on finished. ഇതിന് ശേഷം രജിസ്ട്രേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക്, അത് അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇതിൽ റീസെന്റ് ഫോട്ടോസ്, ഫയൽ സൈസ് ഷുഡ് ബി 200 KB. Only PDF or JPG files are allowed. അതേപോലെ ഇത്രയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് അത് ഫൈനലി യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ്. സോ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഇവിടെ 3 ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്തത്. ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് എന്ന അവിടെ വന്നിട്ട് വീണ്ടും യു ക്യാൻ ചൂസ് ദി ഫയൽ, then submit it, and you can delete document. You can replace that one also.
ഫൈനൽ സബ്മിഷന് ശേഷം ഇതൊക്കെ ചെയ്തതിനു ശേഷം യു ക്യാൻ ഗോ ടു ദി വ്യൂ പ്രിന്റ് അപ്ലിക്കേഷൻ ആൻഡ് യു ക്യാൻ ഗെറ്റ് ദി പ്രിന്റ് ഹിയർ. ഇതിൽ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം സ്കോളർഷിപ്പ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോട് കൂടി വെരിഫിക്കേഷന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഓൺലൈനായി വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു സെലക്ടഡ് ലിസ്റ്റ്, ഒരു പ്രൊഫഷണലി സെലക്ടഡ് ലിസ്റ്റ് അത് ഇതിന്റെ ഈ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സെലക്ടഡ് ലിസ്റ്റിൽ വന്ന കുട്ടികളെ അപ്ലിക്കേഷൻ സ്റ്റേറ്റ് ലെവലില് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഡിപ്പാർട്ട്മെന്റിൽ അത് അയക്കും. അത് എല്ലാ സിഗ്നേച്ചറോടുകൂടിയും എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോട് കൂടിയും അയക്കുക. അതിനുശേഷം അത് കോളേജാണ് അയക്കേണ്ടത്. അതിനുശേഷം ഫൈനൽ സെലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. നിർബന്ധമായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.